അപ്പോൾ ഗൈസ്, ഈ വാർത്ത ഞാൻ കേട്ടിട്ടിപ്പം ഒരു 2-3 ദിവസമായി കാണും. ചൈനയിൽ HMPV എന്ന് പറയുന്ന വൈറസ് സ്പ്രെഡായിട്ടുണ്ട്. അവിടെ ഭയങ്കര പ്രശ്നമാണ്. അവിടുത്തെ ഹോസ്പിറ്റലും ശ്മശാനമൊക്കെ നിറഞ്ഞിരിക്കുകയാണ്. കുറേ ആൾക്കാർ മരണപ്പെട്ടു എന്നുള്ള വാർത്തയാണ് ഞാൻ ഇപ്പോൾ ഈ ന്യൂസ് ചാനലൊക്കെ നോക്കുമ്പോൾ കാണുന്ന സംഭവം. കുറേ ആൾക്കാർ മാസ്ക് ഇട്ട് അവിടെ അങ്ങനെ നിൽക്കുന്നതും ഹോസ്പിറ്റലിലൊക്കെ തിരക്കും കോവിഡ് ടൈമിലുണ്ടായിരുന്ന അതേ അന്തരീക്ഷം കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്കൊക്കെ പേടിയായി. ഞാൻ ഇങ്ങനെ നിരന്തരമായിട്ട് അത് കണ്ടപ്പോൾ ഒരുപാട് ന്യൂസ് ചാനൽ ഞാൻ വീണ്ടും റെഫർ ചെയ്ത് അപ്പോൾ ഭയങ്കര പേടി. ആൾക്കാരെ കമൻസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇനി വീണ്ടും ലോക്ക്ഡൗൺ ആവുമോ, വീണ്ടും നമ്മളെ പഴയ സ്റ്റേജിലോട്ട് പോകുമോ? കാരണം ആ അവസ്ഥ എല്ലാവർക്കും അറിയാമല്ലോ, നമ്മൾ എത്രത്തോളം ആ സമയത്ത് കഷ്ടപ്പെട്ടു എന്നുള്ളത്. അപ്പം ആ ഒരു പേടി സത്യം പറഞ്ഞാൽ എനിക്കും വന്നു കേട്ടോ. കാരണം ഞാനും ആ അവസ്ഥയിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിനി വീണ്ടും വരുമോ, അല്ലെങ്കിൽ അങ്ങനെ തന്നെ ആവുമോ എന്നൊക്കെയുള്ളൊരു പേടി ഇങ്ങനെ മനസ്സിലിങ്ങനെ എന്താ പറയുക, ഒരു വിഷമവും ഒരു ഭയവും അങ്ങനെ കുറേ സംഭവങ്ങൾ കേട്ടോ. അപ്പം സത്യത്തിൽ അപ്പോഴാണ് ഞാൻ ഈ അസുഖത്തിനെ കുറിച്ച് കൂടുതൽ അറിയാലോ, ഒന്ന് നോക്കാം എന്താണ് ഈ അസുഖം, അല്ലെങ്കിൽ എന്താണ് അങ്ങനെ സംഭവത്തെക്കുറിച്ച് ഞാൻ നോക്കി. അവൻ നോക്കിയപ്പം ഈ അസുഖം കോവിഡ് പോലെ തന്നെയാണ്. അതായത് പനി, ജലദോഷം, ചുമ, ഈ പറഞ്ഞ കഫക്കെട്ട്, ശ്വാസതടസ്സം, ഇതേ സംഭവം തന്നെയാണ് കോവിഡിനുണ്ടായിരുന്നത്, സമാന സംഭവം. അപ്പം ഈ ലക്ഷണങ്ങളാണുള്ളത്. പക്ഷേ ഇതിന് ചികിത്സയില്ല, വാക്സിനും ഇല്ല ഈ പറഞ്ഞ ഈ HMPV ഇതിന്. തണുപ്പ് കാലത്താണ് ഇത് കൂടുതൽ ഉണ്ടാവുക എന്നും പറഞ്ഞു. തണുപ്പ് കാലം കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് തീരും. അപ്പം ഇതിന് മുമ്പും ഈ കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. 2001 അങ്ങനെ ഏതൊരു വർഷത്തെ ഈ സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ചൈനയിൽ ഇത് തണുപ്പ് സീസണായ സ്ഥിരമായിട്ട് ഉണ്ടാവുന്നൊരു അസുഖമാണെന്നും പറയുന്നുണ്ട്. പിന്നെ ആ സമയം കഴിയുമ്പോൾ അത് മാറിപ്പോവുകയും ചെയ്യും. അപ്പം ഈ അസുഖം തന്നെയാണ് ഇവർ പറയുന്ന HMPV എന്ന് പറയുന്ന സംഭവം. അപ്പോൾ ഇത് കാരണം ഇവിടുത്തെ കേന്ദ്രവും അതുപോലെ തന്നെ പല രാജ്യങ്ങളും ഭയങ്കര ടെൻസ്ഡാണ്. ഇത് ഇങ്ങനെ വരുമോ, വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന മുൻകരുതലും കാര്യങ്ങളൊക്കെ അവർ ഡിപ്ലേ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, എന്താ ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ. അപ്പോൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഒരു വീഡിയോ ശ്രദ്ധിക്കുന്നത് കേട്ടോ. അത് ആ വീഡിയോ ഇൻസ്റ്റയിലാണ് ഞാൻ കാണുന്നത്. ആ വീഡിയോ ഞാൻ നമ്മൾ ഈ കണ്ട ഈ ന്യൂസ് ചാനലും ഇതൊക്കെ പറഞ്ഞ് നമ്മളെ ഭയപ്പെടുത്തുന്ന സംഭവം, അങ്ങനെ സംഭവം അവിടെ ഇല്ല എന്നാണ് ഇപ്പോൾ ചൈനയിൽ നിൽക്കുന്ന ഈ വ്യക്തി പറയുന്ന കാര്യം. അങ്ങനെയൊക്കെ വെറുതെ പറയുകയാണ്. കാരണം പുള്ളി അവിടെയൊക്കെ നടന്ന് കാണിച്ചു തരുന്നുണ്ട്. അവിടെ ഒരു മനുഷ്യനും മാസ്ക് വെച്ച് നടക്കണില്ല. അങ്ങനെ സംഭവം അവർ പോലും, ചൈന പോലും അറിഞ്ഞിട്ടില്ല. സത്യത്തിൽ ഇതിലൊരു പോയിന്റ് ഉണ്ട് കേട്ടോ. ഈ കാര്യം ചൈന നിഷേധിക്കുന്നുണ്ട്, ലോകാരോഗ്യ സംഘടന ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല എന്നും പറയുന്നു. അപ്പോൾ നമുക്കിത് വിശ്വസിക്കാൻ പറ്റുമോ ഈ കാര്യം? ഒന്ന് ചിന്തിച്ച് നോക്ക്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ന്യൂസ് ചാനലൊക്കെ ഇത് എല്ലാ ചാനലിലും ഇത് ഇത്രയും വലിയ സംഭവമായിട്ട് എന്തിനാണ് റിപ്പോർട്ട് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ആൾക്കാരെ പേടിപ്പിക്കാൻ ഇത് ഭയം ഉണ്ടാക്കുക എന്നല്ലാതെ വേറെ ഒന്നും കൊണ്ട് നടക്കണില്ല. പക്ഷെ ഭയം വരും. കാരണം കോവിഡ് വന്ന സമയത്ത് നമ്മൾ ഇതുപോലെ തന്നെ ചൈനയിലല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മളത് വലിയ കാര്യമൊക്കെ എടുത്തില്ല. അതുകൊണ്ട് നമ്മളിവിടെ വന്നപ്പോഴാണ് അതിൻ്റെ സീരിയസ്നെസ് എത്ര ഉണ്ട്. കാരണം ആ സമയത്ത് കോവിഡ് എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു അതൊരു പനി, ജലദോഷം എന്ന് വിചാരിച്ച് നമ്മൾ എടുത്തു. പക്ഷേ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് വളരെ വലുതായിരുന്നു എല്ലാ അർത്ഥത്തിലും. അപ്പം അതുപോലെ ആകുന്ന ടെൻഷൻ കാരണമാണ് എല്ലാവരും ഇത്രത്തോളം ടെൻഷനായി നിൽക്കുന്നത് കേട്ടോ. അപ്പം ഈ സംഭവം സത്യം പറഞ്ഞാൽ ഇതൊരു ട്രൂ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രൂ അല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇങ്ങനെ ഇപ്പോൾ ചൈനയിൽ ഇത് മാത്രമല്ല, വേറെ 1-2 പേര് വീഡിയോസ് ഞാൻ കണ്ടു. അപ്പം അതും ഈ സെയിം സംഭവം തന്നെ. അവിടെ ഇത്ര ആൾക്കാർ ഇത് അറിഞ്ഞിട്ടില്ല ഇങ്ങനെ അസുഖമുള്ള കാര്യം. ആൾക്കാർ വെറുതെ ഭീതി പടർത്തുക, അതാണ് സംഭവം. എന്തൊക്കെയോ ഒരു എന്താ പറയുക, ഫേക്ക് ന്യൂസുകളും കാര്യങ്ങളൊക്കെ പാസ് ചെയ്തിട്ട് ആൾക്കാരിൽ ഒരു ടെൻഷൻ ഉണ്ടാക്കിയെടുക്കുക സംഭവം മാത്രമാണ് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലായത്. ഇങ്ങനെ വൈറസ് സംഭവമൊക്കെ ഉണ്ട്, പക്ഷേ ഇത് ഇങ്ങനെ ഒരു ലെവലിൽ എത്തിയിട്ടൊന്നുമില്ല സംഭവം. അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സംഭവമൊന്നും അല്ല. ഞങ്ങൾ ഉദ്ദേശിച്ച പോലെ മാസ്കൊക്കെ ഇട്ട് ഭയങ്കര അധികം ഹോസ്പിറ്റലും ശ്മശാനമൊക്കെ നിറഞ്ഞു ഒഴുകി ആ സംഭവമൊന്നും അവിടെ ഇല്ല. അതൊക്കെ ആൾക്കാരല്ല ഈ മീഡിയ ഒക്കെ എന്തോ പറഞ്ഞുണ്ടാക്കുകയാണ്. ഇത് എവിടുന്ന് ഈ വാർത്ത കിട്ടിയെന്നൊന്നുമല്ല, ഇതിൻ്റെ ഇത് ഉറവിടം എവിടുന്നാണെന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. എങ്ങനെയാണ് ഇതിൻ്റെ ഇതൊന്നും. കാരണം അത്രത്തോളം ആളുകൾ കുറേ സംഭവം ഫേക്കായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട് ഈ സംഭവത്തിൽ. എനിക്കത് മനസ്സിലായിട്ടുണ്ട് കറക്റ്റായിട്ട്. അപ്പോൾ അങ്ങനെ ആൾക്കാരെ പേടിപ്പിക്കാതിരിക്കും മീഡിയ, എനിക്കത് പറയുള്ളൂ. നിങ്ങൾ വെറുതെ ഓരോ വാർത്തയൊക്കെ ഉണ്ടാക്കിയിട്ട് വെറുതെ ആൾക്കാരിൽ ഇങ്ങനെ പടച്ചിട്ടിട്ട് ആൾക്കാരെ വെറുതെ പേടിപ്പിക്കല്ലേ. കാരണം ഉള്ള ആൾക്കാർ ഇത് കേട്ടിട്ട് അറ്റാക്കായിട്ട് പോകും. അതാണ്.
അപ്പോൾ പക്ഷേ ആൾക്കാർ ടെൻസ്ഡായിട്ട് ഇനിയിപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ ആയിക്കഴിഞ്ഞാൽ എന്താ ചെയ്യുക, എങ്ങനെ ജോലിക്ക് പോവുക, എങ്ങനെ കുട്ടികളെ പഠിപ്പിക്കുക, എന്ത് ചെയ്യും, എങ്ങനെ ബിസിനസ് കൊണ്ടുപോകും, അങ്ങനെ കുറേ ടെൻഷനൊക്കെ ആയി കുറേ ആൾക്കാർക്ക് അത് മൂലം വേറെ വല്ല അസുഖങ്ങളും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ആൾക്കാരെ പറഞ്ഞ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കുക. എല്ലാ ചാനലും ഇങ്ങനെ അത് ഇത് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അതിൻ്റെ ഇടയിൽ ഇവിടുത്തെ മന്ത്രിമാർ ചർച്ച ചെയ്യുന്നതും അങ്ങനെ കുറേ അവിടെ സംഭവമേ അറിഞ്ഞിട്ടില്ല ആൾക്കാർ. പിന്നെ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നു കുറേ കോമഡി സംഭവങ്ങൾ എനിക്ക് തോന്നിയിട്ടു. ഈ HMDയുടെ കേസ് ഞാൻ കേട്ടപ്പോൾ അവിടെ ഭയങ്കര അധികം ആൾക്കാർ എൻജോയ് ചെയ്ത് നടക്കുന്നുണ്ട്, ഭയങ്കര എൻ്റർടൈൻമെൻറ്റ് ചെയ്തിട്ട് ചൈനയിൽ ഇങ്ങനെ നടക്കുമ്പോൾ നമ്മളവിടെ ആൾക്കാർ ടെൻഷൻ അടിച്ചും അയ്യോ സംഭവം ഇവിടെ എത്തുമല്ലോ എന്താ പറയുക ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെയുള്ള ആ ടെൻഷനൊക്കെ ആയിട്ട് ആൾക്കാർ ഇങ്ങനെ അതും കൊണ്ട് നടക്കുകയാണ്. പിന്നെ ഇവിടുത്തെ മന്ത്രിമാരും അവിടുത്തെ ആരോഗ്യമന്ത്രിയും അതും ഇതും കേന്ദ്രവും എല്ലാം അങ്ങനെ ചർച്ച ചെയ്ത് ഇതൊരു വല്ലാത്തൊരവസ്ഥയിൽ എത്തിക്കരുതെന്ന് എനിക്ക് പറയാനുള്ളത് കേട്ടോ. കാരണം ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സംഭവമില്ല. പിന്നെ സോഷ്യൽ മീഡിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അത് അങ്ങോട്ട് ഇതാക്കുന്ന സംഭവമാണ്. യൂട്യൂബ് ആണെങ്കിലും വാട്ടവർ മീഡിയ ആണെങ്കിലും ഒക്കെ എന്തെങ്കിലും ന്യൂസ് കിട്ടിയാൽ മതി. എവിടുന്നോ ആരോ ഒരു ഫേക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്തു, അതങ്ങോട്ട് വളർത്തിയെടുത്തു, അത്രേ ഉള്ളൂ എനിക്കിന്ന് മനസ്സിലായ കാര്യം. പിന്നെ കൂടുതൽ കാര്യങ്ങൾ എനിക്ക് അറിഞ്ഞുകൂടാ. ബൈ ദ വേ നമ്മളത് വരും ടൈമിൽ നമ്മൾ അറിയുമ്പോൾ നമ്മളത് വീഡിയോ ചെയ്യും. ഓക്കെ ഗൈസ്, അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല. എന്തായാലും നിങ്ങളാരും ടെൻസ്ഡ് ആവണ്ട, ഇവിടെ ഇന്ത്യയിൽ എത്തിയിട്ടില്ല ഇനി എന്താണെങ്കിലും. ഓക്കെ, നിങ്ങൾ ലോക്ക്ഡൗണിനെ കുറിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല. എല്ലാവരും ടെൻഷനായി ഇനിയിപ്പോൾ പഴയ അവസ്ഥയിലോട്ട് പോകുമെന്നൊക്കെയുള്ള ആൾക്കാരുടെ ടെൻഷൻ കാണുമ്പോൾ ഇവിടെ എല്ലാവർക്കും ആയി എന്നൊക്കെയുള്ള ഇതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒന്നും ആവണ്ട, അങ്ങനെ സംഭവം നമ്മളിവിടെ എത്തിയിട്ടില്ല ഇനി എന്തുണ്ടെങ്കിലും. ഓക്കെ, എന്താണെങ്കിലും ഇനിയിപ്പോൾ അത് വൈറസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും. ഓക്കെ, അപ്പോൾ ഗൈസ് അടുത്ത വീഡിയോ കാണാം. ബൈ.